The real hero. The real terror. ൊരു വിത്തുകൂടമുള്ള തീയാണ്. സൂക്ഷിക്കണം. He comes with such a dangerous lineage of fire. തന്നോട് 4 വർത്താനം കൂടെ പറഞ്ഞിട്ട് തിരിച്ചു പോണുള്ളൂ ചാക്കോച്ചി. The most dreaded self-styled warlord. കണിയാപുരത്തിരിക്കുന്ന നിന്റെ തന്ത പോലും എന്നെ അങ്ങനെ വിളിക്കൂ. എനിക്ക് സൗകര്യമില്ലെന്ന്. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. ആരെ നോക്കിച്ചെന്ന് ഇറങ്ങി പോടാ ചെറ്റേ. ഇയാൾ ഒരുപാട് സംസ്കാരമില്ല. മൈൻഡ് യുവർ വേർഡ്. കുറെ കൾച്ചർ വാങ്ങി ഞാൻ വായിലിട്ടോണ്ട് വരാം. എന്നിട്ട് മൊഴിഞ്ഞാ മതി എന്നോട്. പക്ഷേ ഇനി അത് തീരുമാനിച്ച കാര്യം തന്നെ. ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ. Just stop blabbering like a two-bit squeeze. കള്ള കഴിവറ മോനെ. മലയാളത്തിൽ പറയടാ. കേട്ടോടാ പന്ന. നീ ആരടി പുല്ലേ? അല്ലെങ്കിൽ പഴമക്കാർ പറയും പോലെ തൂക്കിയെടുത്ത് അകത്തിട്ട് കീറ്റിക്കളയും ഞാൻ. സാറിന് ഒരു തൊപ്പി അടിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പറയാമോ? തൊപ്പിയല്ല കഴുത്തി ഞാൻ തുറപ്പിച്ചു കളയും. അടിച്ച് കർമ്മക്കുറ്റി ഞാൻ പൊളിക്കോടാ. അതിന് മുമ്പ് നിന്റെ കഴുക്കോല് ഞാൻ ഒടിക്കോടാ പന്ന പൊതയാടി മോനെ. Once a cop, always a cop. And I am a bloody cop. Just remember that. ആൺകുട്ടിയാ നീ. പക്ഷേ ഇതിങ്ങനെ അരഞ്ഞാണച്ചരടെ കൊരുത്ത് കൊണ്ടു നടക്കാനല്ലാതെ കൊളുത്തി വലിക്കാൻ അറിയില്ല. Stop me! As an accused, it is my right and privilege. നിങ്ങളുടെ നിയമത്തിന് മുന്നിൽ ഞാൻ തോൽക്കില്ല. ഒരു ജീവിതം മുഴുവൻ കരഞ്ഞു തീർത്തില്ല എന്റെ അമ്മ. അമ്മേ, അച്ഛമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് തന്നത് അവരായിരുന്നു. അവരെ എനിക്ക് വേണമായിരുന്നു. ജീവിതത്തിലെ എല്ലാ ഗതികേടുകളെയും നേരിടാൻ നീ ഒന്ന് മാത്രമായിരുന്നു മനസ്സിന്റെ ശക്തി. എനിക്കാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പൊ ഒറ്റയ്ക്ക് ഞാൻ. എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ടു കളഞ്ഞു? ഒരു നടനെന്ന നിലയിൽ എന്താണ് ഏറ്റവും വലിയ മോഹം? ഒരു ഓസ്കാറും ഭാരതവാദവും ഒന്നും മോഹങ്ങളല്ല. ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടണം. അതിനുവേണ്ടി നല്ല കുറേ പടങ്ങൾ കിട്ടണം. നല്ല പടങ്ങളായ പോലെ നല്ല കഥാപാത്രങ്ങൾ കിട്ടണം. തളർന്ന വൃദ്ധനാവിന്റെ രാജധർമ്മം വിജയന്തൻ ആവശ്യമില്ല. ഇവിടുള്ള തെയ്യങ്ങൾക്കപ്പുറം എനിക്കൊന്നും അറിയില്ല. ഞാൻ ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കാൻ എനിക്കറിയില്ല. പതിവ് കണ്ണീരും മൂക്കുപിഴിച്ചിലും ഒന്നും ഇവിടെ വേണമെന്നില്ല. വാട്ട് വി വാണ്ട് ഇസ് ആക്ഷൻ. കൈയുടെ പവർ തന്നെ ഭീകരമല്ലേ? താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും. എടാ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, തല്ലുന്നെങ്കിൽ നേരിട്ട് തല്ലണം, ഒറ്റയ്ക്ക് തല്ലണം. എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നെ തല്ലിയവന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും.
കളി തുടങ്ങിയാൽ മാങ്കോയ്ക്കലെന്നോ പെരുമ്പടപ്പെന്നോ ഞാൻ നോക്കാറില്ല. ഇനിയും തുനിഞ്ഞാൽ നുറുക്കി കഷ്ണമാക്കും. ചാവില്ലാന്ന് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ കൈക്കരുത്ത് പരീക്ഷിക്കാവൂ. എന്നെ കയറി ഞോട്ടാൻ വന്നാലുണ്ട്. 234 തൊകുതിയിലെ എന്ത തൊകുതി പോന്നാലും വന്നു വെട്ടുമേ. അതിന്റെ അർത്ഥം അറിയോ നിനക്ക്? ഇല്ലെന്നപ്പാ. എന്റെ ദേഹത്ത് വീണ ഓരോ ഇടിയുടെ കണക്ക് ഞാൻ എണ്ണി എണ്ണി പറയും. ഓ എന്നാ എണ്ണിക്കോടാ. ഞാനൊക്കെ കണ്ടു വളർന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടർ എന്ന് പറയുന്നത് ഭരചന്ദ്രൻ IPS മാധവൻ IPS ഒക്കെ ആയിരുന്നു. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ നമ്മൾ TV മാറുമ്പോഴാണ് ആദ്യമായിട്ട് PC 369 എന്ന് പറയുന്ന ചിത്രത്തിലെ ഗോപിയുടെ കള്ളനെ കാണുന്നത്. എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത? എനിക്കത് തോന്നി. കള്ളവക്കീലേ, ഞാൻ ആരാണെന്നറിയോ? എന്താ ഏതാന്നൊന്നും അറിയില്ല. വെള്ളാരംകുന്നിന്റെ രോമാഞ്ചം ആരെന്ന് ചോദിച്ചാ ഏത് കണ്ണുപൊട്ടനും കണ്ണടച്ച് പറയും. ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. അപ്പൊ സാറും തിരുമേനിയുടെ കഥ അറിഞ്ഞ എന്ന് ആര് പറഞ്ഞ്? ഈ സാറെന്തോന്ന് പോലീസാ? ഇതിനൊക്കെ ചില വകുപ്പില്ലേ സാർ? എനിക്ക് ധൃതിയൊന്നുമില്ല. അയ്യോ, 4 മെഡലൂടെ കിട്ടിയാ തെണ്ടുകയും ചെയ്യും. നമ്മുടെ മിന്നൽ പ്രതാപനും മനുവങ്കളും അതിന് ശരിക്കും ഒരു കൾട്ട് ഫോളോയിങ് തന്നെ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം. നിനക്കെല്ലാം കളിക്കാൻ പോലീസിനെ കിട്ടിയുള്ളൂ. മിന്നൽ പ്രതാപനായിട്ട് ഓടിക്കരുത്. അത് എന്നെ ഞാൻ അറിയാടാ. അറിയാടോ? അറിയാം. മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം. സറണ്ടർ, സറണ്ടർ. കർമ്മനിരതനും സത്യസന്ധനുമായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. അവിടെ വീഴാൻ കണ്ടൊരു സമയം. വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. എനിക്ക് ഈ സ്ത്രീകളാണ് ഒഴിക്കുന്നത്. കുട്ടിയുടെ നിന്നോളൂ, കണ്ടോണ്ടിരിക്കാൻ രസമുണ്ടല്ലോ. ഇടപെടലുകൾ നടത്താൻ പറ്റിയ വല്ല സ്ത്രീകൾ വല്ല അണ്ണന്റെ കയ്യിലിരിപ്പുണ്ട്. എങ്കിൽ പിന്നെ സൗകര്യമായി. ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കും. അയ്യോ, പെണ്ണാണിപ്പം വൃത്തിയൊത്ത പരിപാടിയായി. അയ്യോ, ഞാൻ അത്രക്കാരനല്ല, എനിക്കൊന്നും വേണ്ട. ഇടയും വെറുതെ ഓവറാക്കണേ. അത് പറഞ്ഞാൽ മതി. എവിടെ കോത്താഴത്ത് പറഞ്ഞാൽ മതി. ഒന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ, ചൂടാവണ എന്തിന്? അനാവശ്യം പറയില്ലേ കുട്ടി. ഒന്നും ചെയ്യില്ല. നീ തന്നെ കുഴിച്ച കുളവല്ലേ, നീ തന്നെ അങ്ങ് കുളിച്ച് കയറ്. ഞാൻ കണ്ടേ. എനിക്കൊന്നും കാണണ്ടേ. തലയ്ക്ക് സുഖമില്ലാത്ത ആളാ. അതാണ് അതിന്റെ ബൂട്ടി. യുവർ ഫസ്റ്റ് ലവ്, ആദ്യ പ്രണയം. കോളേജിൽ പഠിക്കുമ്പോ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. വാ തിങ്കൾ തെല്ലല്ലേ വരവീണ കുടമല്ലേ മാനത്തെ മാൻപേട പെണ്ണ്, ഓ മാനത്തെ മാൻപേട പെണ്ണ്. പാടുമ്പോൾ കുയിലാണ്, പനിനീർ പൂവിതളാണ്, മിഴി രണ്ടും മൈനകളാണ്. ചേക്കേറാൻ മുത്തേ നേരമായോ, ചേക്കേറാൻ മുത്തേ നേരമായി. ജാതി വിവേചനത്തിന്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന പാലക്കാട് ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിൽ വീട് പണിതു നൽകി സുരേഷ് ഗോപി. മഴവിൽ മനോരമയിലെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്ത മത്സരാർത്ഥിയെ തേടി അവതാരകൻ കൂടിയായ സുരേഷ് ഗോപി MP സഹായമെത്തി. സെറിബ്രൽ പാൾസി ബാധിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുന്ന കണ്ണൂർ പിലാത്തറയിലെ റിസ്വാനിക്ക് സഹായം. നടൻ സുരേഷ് ഗോപി ശസ്ത്രക്രിയയ്ക്കുള്ള 3 ലക്ഷം രൂപ നൽകി. ജപ്തി ഭീഷണി നേരിടുന്ന കർഷകന് താങ്ങായി സുരേഷ് ഗോപി. നിർധന വിദ്യാർത്ഥിയുടെ വീട് നവീകരിക്കാൻ 4 ലക്ഷം രൂപയുടെ സഹായം പ്രഖ്യാപിച്ച സുരേഷ് ഗോപി. ശാന്തി മന്ദിരത്തിലെ അന്തേവാസികളെ കാണാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനാണ് MP ആയ താരമെത്തി. മനസ്സ് ഇருக்கு, അതാണ് കടവുൾ. നിങ്ങൾ തൃശൂർ തന്നാൽ താൻ എടുക്കുമെന്ന സുരേഷ് ഗോപി. നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂർ തരണം, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. ആ ഡയലോഗ് വലിയ രീതിയിൽ തന്നെ ഹിറ്റായിരുന്നു.
എന്നാൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ തൃശൂർ എടുക്കുന്നില്ലേ എന്ന ചോദ്യം പരിഹാസമായി പലതവണ ഉയർന്നു. അങ്ങനെ തൃശ്ശൂരിനെ ആർക്കും അങ്ങനെ എടുക്കാൻ കൊടുക്കില്ല. ഒടുവിൽ സുരേഷ് ഗോപി തൃശൂരൻ. അങ്ങനെ തൃശ്ശൂരിനെ ആർക്കും അങ്ങനെ എടുക്കാൻ കൊടുക്കില്ല. പക്ഷേ ഈ ചില്ലറ കളികൾ കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. പാപ്പോം. നന്ദി, വണക്കം.